അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫ അമ്മാ ബഅദ്. അള്ളാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹത്താൽ വിശുദ്ധമായ റമദാനെ സ്വാഗതം ചെയ്യാനും അതിൽ ഇബാദത്തെടുക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിച്ചു. ധാരാളം റമദാനിലേക്ക് ആയുസ്സോടെ ആരോഗ്യത്തോടെ അള്ളാഹുവിൻ്റെ ത്വാഅത്തിലായി നബിതങ്ങളുടെ പൊരുത്തത്തിലായി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. CM ചാരിറ്റി സെല്ലിനെ പറ്റി കൂടുതൽ ഞാൻ പറയേണ്ടതില്ല. കോട്ടയം ജില്ലയിലെ മലയോര പ്രദേശങ്ങളിൽ പ്രളയബാധിത സമയങ്ങളിലും മറ്റു കാരുണ്യ സാന്ത്വന പ്രവർത്തനങ്ങൾ ആവശ്യമായ സന്ദർഭങ്ങളിലും അസീസ് മഹ്ലരി ഉസ്താദിനെ ഒന്ന് വിളിച്ചാൽ അദ്ദേഹം കഴിവതും വേഗത്തിൽ ഇവിടെ വരാറുണ്ട്. ആവശ്യമായ സഹായങ്ങളൊക്കെ ചെയ്തു തരാറുണ്ട്. ഹജ്ജ് പെരുന്നാളാകുമ്പം പല സ്ഥലങ്ങളിലും ഒരു ഉളുഹിയ്യത്ത് പോലും അറക്കാൻ പറ്റാത്ത സാധുക്കളിലേക്ക് അവിടുന്ന് അല്ലെങ്കിൽ ഇവിടുന്ന് മൃഗത്തെ സംഘടിപ്പിച്ച് അതിൻ്റെ പണം ഇവിടെ കൊണ്ടു തന്ന് അവരും കൂടെ ആ സമയത്ത് സാക്ഷിയായി എല്ലാവർക്കും കൊടുത്ത് ദുആ ചെയ്യിപ്പിക്കുന്ന എത്രയോ സൽക്രമങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതൊന്നും പറഞ്ഞ് നിങ്ങളെ ബോധ്യപ്പെടുത്തുകയല്ല. ശ്ലാഘനീയവും പ്രശംസനീയവും അഭിനന്ദനാർഹവുമായ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇഖ്ലാസോടെ തഖ്വയോടെ ചെയ്യാനും അതൊക്കെ അള്ളാഹു സ്വീകരിക്കുന്ന വിധത്തിലാകാനും നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. വിശുദ്ധമായ റമദാൻ സമാഗതമായി. ആ സമയത്ത് നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ ഈത്തപ്പഴം അല്ലെങ്കിൽ കാരക്ക, വെള്ളം ഇവ ഉപയോഗിച്ചാണ് നമ്മൾ നോമ്പ് തുറക്കുക. ആ സമയത്ത് നമ്മൾ പറയുന്നു അല്ലാഹുമ്മ ലക സുംതു അലാ റിസ്ഖിക അഫ്തർതു. കൂട്ടത്തിൽ ഫതഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണമേ. എല്ലാം കേൾക്കുന്ന അറിയുന്ന അല്ലാഹുവിലേക്കുള്ള സർവ്വസമർപ്പണം. ഇബ്നു സുന്നി ഈ റിവായത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിറഹ്മതികല്ലതി വസിഅത് കുല്ല ശൈഇൻ അൻ തഗ്ഫിറ ലീ. അല്ലാഹുവേ, എല്ലാ വസ്തുക്കൾക്കും വിശാലമായ നിൻ്റെ അനുഗ്രഹം കൊണ്ട് നീ എനിക്ക് പുറത്തു തരണമേ എന്നുകൂടി പറയൽ സുന്നത്താണ്. അതേപോലെ സംസം വെള്ളമോ അല്ലെങ്കിൽ ശുദ്ധജലമോ ഒക്കെ നമ്മൾ ഈത്തപ്പഴത്തിനോടൊപ്പം കുടിക്കുമ്പോൾ കുടിച്ചു കഴിഞ്ഞിട്ട് പറയണം അജ്റു ഇൻഷാ അല്ലാഹ്. അബൂദാവൂദ് നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, ദാഹമൊക്കെ പോയി, ഞരമ്പുകളൊക്കെ ഉന്മേഷം പ്രാപിച്ചു, അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം പ്രതിഫലം എനിക്ക് സ്ഥിരപ്പെട്ടു എന്നുള്ള ആ വചനവും പറയണം. അതുകൂടാതെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അദ്ദേഹം പറയുകയാണ്, റസൂലുള്ളാഹി പറയുകയാണ്, ഏതൊരു മുസ്ലിമും നോമ്പ് തുറക്കുമ്പോൾ യാ അലീമു യാ അലീമു യാ അലീം അൻത ഇലാഹി ലാ ഇലാഹ ഗൈറുക ഇഗ്ഫിരി ദംബൽ അലീം ഫഇന്നഹു ലാ യഗ്ഫിറു ദംബൽ അലീമ ഇല്ലൽ അലീം എന്ന് പറഞ്ഞാൽ ഇല്ലാ ഖറജ മിൻ ദുനൂബിഹി കയൗമി വലദതുഹു ഉമ്മുഹു. അവൻ്റെ മാതാവ് പ്രസവിച്ചതുപോലെ അവൻ പാപങ്ങളിൽ നിന്ന് മുക്തനായിരിക്കും. മാത്രമല്ല അവിടുന്ന് പഠിപ്പിക്കുകയാണ്, നിങ്ങൾ കുട്ടികൾ കൂടി ഇത് പഠിപ്പിച്ചു കൊടുക്കണം കേട്ടോ. അല്ലിമൂഹ അഖിബക്കും ഫഇന്നഹാ കലിമത്തുൻ യുഹിബ്ബുഹു അല്ലാഹു വറസൂലുഹു വയുസ്ലിഹു ബിഹാ അംറ ദുനിയ വൽ ആഖിറ. ഇത് അള്ളാഹു മുഹമ്മദ് റസൂലും ഇഷ്ടപ്പെട്ട വചനമാണ്. അള്ളാഹു ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും കാര്യം നന്നാക്കി തരും ഈ ദിക്ർ ചൊല്ലിയ. മാത്രമല്ല
അല്ലാഹുവേ, നീയല്ലാതെ മറ്റൊരിലാഹില്ല, എൻ്റെ എത്ര വലിയ പാപമാണെങ്കിലും നീ പൊറുക്കണം. നീയല്ലാതെ ഫഇന്നഹു ലാ യഗ്ഫിറു ദംബൽ അലീം, എന്നിൽ നിന്ന് സംഭവിച്ച ഈ വലിയ പാപങ്ങളൊക്കെ നീയല്ലാതെ പുറത്തു തരുകയില്ല. ഇല്ലൽ അലീം, അലീം എന്നുള്ളത് അള്ളാഹുവിൻ്റെ യാ അലീം മഹത്വവും ആ ഇസ്മുൽ ആദമാണെന്ന് അഭിപ്രായപ്പെട്ട ഈ യാ അലീം എന്നുള്ള അള്ളാഹുവിൻ്റെ വിശേഷണം, അതിൻ്റെ വിസ്തീർണവും ആഴവും അർത്ഥഗാംഭീര്യവും ആശയപുഷ്കലങ്ങളും എന്തൊക്കെയാണെന്ന് നമ്മൾ ആധികാരികമായി പഠിക്കുമ്പോൾ അത്ഭുതപ്പെടും. അതുകൊണ്ട് ഈ വചനം നമ്മൾ എഴുതി വെച്ച് നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ 4 ദിക്റുകളും ചെല്ലാൻ നമുക്ക് സാധിച്ച ഒരു സുന്നത്തിന് ഫറളിൻ്റെ പ്രതിഫലം കിട്ടുന്ന സമയമല്ലേ അത്. ലൈലത്തുൽ എല്ലാ ദിവസവും ചെല്ലുമ്പോൾ ഏതായിരുന്നാലും ഏതെങ്കിലും ഒരു ദിവസം ലൈലത്തുൽ ഖദർ ആയിരിക്കും. അപ്പോൾ എത്ര പ്രതിഫലം കിട്ടും? അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ചൊല്ലി നല്ല രീതിയിൽ നമുക്ക് നോമ്പ് തുറക്കാൻ കഴിയണം. കാരണം ഈത്തപ്പഴം എന്ന് പറഞ്ഞാൽ അതിൽ അന്നജം 64%, ജലാംശമാകട്ടെ 13% ഉണ്ട്, മാംസ്യം 24%, സെല്ലുലാസ് 1.8%, ധാതു ലവണങ്ങൾ 1.2%, കൂടാതെ വിറ്റാമിൻ എ ഉണ്ട്, ബി ഉണ്ട്. ശരീരത്തിന് മനുഷ്യന് നിത്യ ആവശ്യമായിട്ട് വരുന്ന ഇരുമ്പ്, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയൊക്കെ ഈത്തപ്പഴത്തിലിട്ടുണ്ട്. അപ്പോൾ ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കുമ്പോൾ പോഷകക്കുറവുകളൊക്കെ പരിഹരിക്കും, ധാതു ശക്തി വർദ്ധിക്കും. ഈത്തപ്പഴവും വെള്ളം മാത്രം കുടിച്ചാൽ മതി, ഒന്നും കഴിച്ചില്ലെങ്കിലും എത്ര നോമ്പ് നമുക്ക് നോക്കാൻ പറ്റും. അതാണ് അതിൻ്റെ സവിശേഷത. ശരീരത്തിന് ഉണർവുണ്ടാക്കാൻ കഴിയില്ലേ ശുദ്ധജലത്തിന്? സംസം വെള്ളം കൊണ്ടാണെങ്കിൽ എത്ര റാഹത്താണ്. ക്ഷീണം, തളർച്ച, ബോധക്ഷയം, ഛർദി, തലകറക്കം, ഉഷ്ണം എന്നിവയൊക്കെ ശമിപ്പിക്കാൻ അള്ളാഹു നൽകുന്ന ഈ ജലത്തിന്, ശുദ്ധജലത്തിനും ഈ സംസം വെള്ളത്തിനൊക്കെ കഴിയൂലേ? അപ്പോൾ ഇതുകൊണ്ട് നോമ്പ് തുറക്കാൻ പറഞ്ഞപ്പോൾ നമ്മുടെ ശാരീരിക, മാനസിക, പൈശാചിക വൈകല്യങ്ങളെ നീക്കി നമ്മുടെ ശരീരത്തിന് ആരോഗ്യവും ആയുസ്സും അതോടൊപ്പം തന്നെ ആത്മീയമായ പ്രഭ, ചൈതന്യം, അതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ ബിസാത്ത് മഖ്സൂദ്. ബാക്കിയൊക്കെ ബിത്തബ. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ പ്രീതി റസൂലുള്ള കൽപ്പിച്ചത് എന്താണോ അതനുസരിച്ച് അത് അജുവയാകുമ്പോൾ കുറച്ചുകൂടെ നന്നായിരിക്കും. റസൂലുള്ളാഹിനെ കൈകൊണ്ട് നട്ട ആ ചെടിയിൽ നിന്ന് അനസ് റളിയല്ലാഹുവിന് ലോകത്തിന് സമ്മാനിച്ച തോട്ടമല്ലേ, അതിൽ നിന്ന് വരുന്ന അജുവ, ആ അജുവ ഒരു 3 എണ്ണം. ഇനി ഒരാൾ സുബഹിക്ക് എല്ലാ ദിവസവും ഇടയത്താഴത്തിന് ഒരു 7 അജുവയും സംസം വെള്ളം അല്ലെങ്കിൽ ശുദ്ധജലമോ കഴിച്ചാൽ അവന് സിഹിർ, ഷൈത്വാനിയത്ത് അതേപോലെയുള്ള കാര്യങ്ങൾ ബാധിക്കില്ല. ഇതൊക്കെ ചൊല്ലി അവന് ചെല്ലേണ്ട ദിക്റുകളൊക്കെ ചൊല്ലി, അത്താഴ സമയത്ത് ചെല്ലേണ്ട ദിക്റുകളൊക്കെ ചൊല്ലി അവന് നോമ്പ് തുറക്കുകയാണെങ്കിൽ, നോമ്പ് അനുഷ്ഠിക്കുകയാണെങ്കിലും നോമ്പ് തുറക്കുകയാണെങ്കിലും ഒക്കെ വലിയ പ്രതിഫലമാണ്. നോമ്പ് തുറക്കുമ്പോൾ 3 ഈത്തപ്പഴം മതി. എന്നാൽ അത്താഴ സമയത്ത് ഒരു 7 ആക്കുകയാണെങ്കിൽ അത് പതിവായിക്കോളി. നിങ്ങൾ ഈ നോമ്പ് കഴിഞ്ഞാലും നോമ്പില്ലെങ്കിലും രാവിലെ ഒരു അത്താഴ സമയത്ത് എഴുന്നേറ്റിട്ട്, തഹജ്ജുദ് സമയത്ത് എഴുന്നേറ്റിട്ട് ഒരു 7 ഈത്തപ്പഴവും ഇച്ചിരി വെള്ളവും സംസം വെള്ളമോ അല്ലെങ്കിൽ സാധാരണ ശുദ്ധജലമോ കഴിച്ചാൽ അത് വലിയ ഫലമുണ്ടാകും. കുലു വഷ്റബു എന്നാണ് പറഞ്ഞത്. നിങ്ങൾ തിന്നുക, ശേഷം അതിനോടൊപ്പം തന്നെ കുടിക്കുകയും ചെയ്യുക. അപ്പോൾ ആദ്യം ഭക്ഷിക്കാനാണ് പറഞ്ഞത്. നമ്മൾ ചിലപ്പോൾ ചില ആളുകൾ 5-6 ഗ്ലാസ്സൊക്കെ വെള്ളം ചിലപ്പോൾ കുടിക്കുന്നുണ്ടാകും രാവിലെ. അതിനോടൊപ്പം ഈ ഈത്തപ്പഴം ഒന്ന് മുന്തിച്ചേ വലിയ ഫലമുണ്ടാകും. അല്ലെങ്കിൽ അത്തിപ്പഴം, ഇതൊക്കെ വലിയ ഉപകാരമുള്ളതാണ്. ഇതൊക്കെ സുന്നത്തിലും ചര്യയിലും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതൊക്കെ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാ ഭാവുകങ്ങളും CM ചാരിറ്റിക്ക് നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.